എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 10th ക്ലാസ്സിലെ ഹിന്ദി NCERT സ്പർശ് എന്ന ബുക്കിലെ 11th ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. 11th ചാപ്റ്ററിൻ്റെ പേരാണ് ഡയറി കാ ഏക് പന്ന, അതായത് ഗദ്യത്തിലെ സെക്കൻഡ് ചാപ്റ്റർ. NCERT സൈറ്റിലുള്ള സെയിം ക്വസ്റ്റ്യൻ ആൻസേഴ്സ് തന്നെയാണ് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ, നിമ്നലിഖിത് പ്രശ്നോ കെ ഉത്തർ 1-2 പങ്ക്തിയോ മേ ദീജിയെ. താഴെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് 1-2 ലൈനിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത്ര വലുത് ആവശ്യമില്ല കേട്ടോ. 1-2 ലൈൻ എഴുതാൻ അഥവാ ഒരു മാർക്കിൻ്റെയൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ജസ്റ്റ് ആ ആൻസർ പോയിൻ്റ് എഴുതിയാൽ മതി, 1 ലൈനോ 2 ലൈനോ. कलकत्ता वासियों के लिए 26 जनवरी 1931 का दिन क्यों महत्वपूर्ण था? കൽക്കത്ത വാസികൾക്ക് 26 ജനുവരി 1931 ദിവസം എന്തുകൊണ്ട് മഹത്വപൂർണ്ണം ആയിരുന്നു, ഇമ്പോർട്ടൻസ് ഉള്ളത് ആയിരുന്നു? 26 जनवरी 1931 का दिन कलकत्ता वासियों के लिए इसलिए महत्वपूर्ण था. ആ ദിവസം കൽക്കത്ത വാസികൾക്ക് മഹത്വപൂർണ്ണമായിരുന്നു എന്തുകൊണ്ടെന്നാൽ क्योंकि सन 1930 में गुलाम भारत में पहली बार स्वतंत्रता दिवस मनाया गया था. 1930 ഗുലാം ഭാരത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ലേവ്, ഗുലാം എന്ന് വെച്ചാൽ സ്ലേവറി, ബ്രിട്ടീഷുകാരുടെ അധീനതയിലിരിക്കുന്ന ആ ഭാരതം ആദ്യമായി പെഹലി ബാർ സ്വതന്ത്രതാ ദിവസ് മനായ ഗയാത്ത, സ്വതന്ത്രതാ ദിവസമായിട്ട് സെലിബ്രേറ്റ് ചെയ്തു. മനായ എന്ന് വെച്ചാൽ സെലിബ്രേറ്റ് ചെയ്തു, ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്തു. അതിൻ്റെ അർത്ഥം ഇസ് വർഷ ഉസ്കി പുനരാവൃത്തി തീ. അപ്പോൾ ഈ വരുന്ന വർഷം പറഞ്ഞാൽ 1930 ചെയ്തു, ഇനി 1931 26 ജാനുവരി അതിൻ്റെ പുനരാവൃത്തി, അതിൻ്റെ ആവർത്തനമായിരുന്നു. രണ്ടാമത്തെ പ്രാവശ്യം പിന്നെയും ആ ദിവസം വന്നതായിരുന്നു. ജിസ്കെ ലിയെ കാഫി തയ്യാറിയ പെഹലെ സെ കീ ഗയി തീ. അതിനുവേണ്ടി ഒരുപാട് തയ്യാറെടുപ്പുകൾ ആദ്യമേ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇസ്കെ ലിയെ ലോഗോനെ അപ്പനെ അപ്പനെ മക്കാനോ വ സാർവജനിക് സ്ഥലവും പർ രാഷ്ട്രീയ ജെണ്ട ഫെഹരായാത്ത. ഇതിന് വേണ്ടിയിട്ട് ജനങ്ങൾ അവരവരുടെ വീടുകളിലും പിന്നെ സാർവജനിക് സ്ഥലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പബ്ലിക് പ്ലേസസിലും രാഷ്ട്രീയ ജണ്ട, നാഷണൽ ഫ്ലാഗ് ഹോയിസ്റ്റ് ചെയ്തിരുന്നു, ഉയർത്തി വെച്ചിരുന്നു. ഓർ ഉനെ ഇസ് തരഹ സെ സജായ ഗയാ താ. പിന്നെ ഇവിടെ എല്ലാം വളരെയധികം ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏസാ മാലൂം ഹോത്താ താ മാനോ സ്വതന്ത്രത മിൽ ഗയി ഹോ. പറഞ്ഞാൽ എങ്ങനെയാണ് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്, അത് കണ്ടാൽ നമുക്ക് തോന്നും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയോ എന്ന് തോന്നുന്ന വിധത്തിൽ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങളിവിടെ ഇസ് വർഷ ഉസ്കി പുനരാവൃത്തി थी जिसके लिए बहुत जोर से तैयारियां चल रहा था എന്ന് നിർത്താൻ പറ്റും കേട്ടോ. जिसके लिए बहुत जोर से तैयारियां चल रहा था അല്ലെങ്കിൽ जिसके लिए बहुत धूमधाम से तैयारियां चल रहा था. വേണമെങ്കിൽ ऐसा मालूम होता था मानो स्वतंत्रता मिल गई എന്ന് എഴുതാൻ പറ്റും. അടിയത്തുള്ളൊന്നും ആവശ്യമില്ല കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സുഭാഷ് ബാബു കെ ജുലൂസ് കാ ഭാർ കിസ് പർ താ. സുഭാഷ് ബാബു അഥവാ സുഭാഷ് ചന്ദ്രബോസിൻ്റെ ജുലൂസ് എന്ന് വെച്ചാൽ പ്രൊസഷൻ, ജാഥ എന്നൊക്കെ പറയാം. അപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്തം ആർക്കായിരുന്നു? സുഭാഷ് ബാബു കെ ജുലൂസ് കാ ഭാർ പൂർണ്ണോദാസ് പർ താ. സുഭാഷ് ബാബുവിൻ്റെ ജുലൂസ് നടത്താനുള്ള ഉത്തരവാദിത്തം പൂർണ്ണോദാസിൻ്റെ മേലെയായിരുന്നു. പൂർണ്ണോദാസ് എന്ന് പറയുന്ന ആൾക്കായിരുന്നു കൊടുത്തിരുന്നത്. ജിൻഹോനെ ഇസ് ജുലൂസ് കാ പൂറ പ്രബന്ധ കിയാ താ. അദ്ദേഹം ഈ ജുലൂസിന് വേണ്ടിയിട്ടുള്ള മുഴുവൻ ഏർപ്പാടും ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രബന്ധം എന്ന് വെച്ചാൽ അതിന് വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെൻറ്റ് ഓർഗനൈസ് ചെയ്യാം ചെയ്തിരുന്നു. ജഗ ഫോട്ടോ കാ ഭി പ്രബന്ധ് കിയാ താ. അവിടെ എവിടെയായിട്ട് ഫോട്ടോ എടുക്കാനുള്ള ഏർപ്പാടും ചെയ്തിട്ടുണ്ടായിരുന്നു. ഫോട്ടോ കാന്ന് കഴിഞ്ഞിട്ട് അവിടെ ഫുൾ സ്റ്റോപ്പ് ഇല്ല കേട്ടോ. ഓർ ബാദ് മേ പോലീസ് ദ്വാര ഉന്നെ പക്കഡ് ലിയാ ഗയാ താ. പിന്നീട് അദ്ദേഹത്തിനെ പോലീസ് പിടിച്ചുകൊണ്ടുപോയി. അടുത്ത ക്വസ്റ്റ്യൻ, വിദ്യാർത്ഥി സംഘ് കെ മന്ത്രി അവിനാഷ് ബാബു കെ ജണ്ട ഗാഡ്നെ പർ ക്യാ പ്രതിക്രിയ ഹുയി. വിദ്യാർത്ഥി സംഘ് അഥവാ സ്റ്റുഡൻസ് അസോസിയേഷൻ്റെ മന്ത്രി അവിനാഷ് ബാബു അവിടെ ഫ്ലാഗ് ഉയർത്തി വെച്ചിരുന്നത് കൊണ്ട് എന്ത് റെസ്പോൺസാണ്, തിരിച്ചെന്ത് റെസ്പോൺസാണ് ഉണ്ടായത്? ഘാടന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കുഴിക്കുക, അതിൻ്റെ അർത്ഥം എന്താണ്? അവിടെ കുഴിച്ച് അവിടെ ഫിക്സ് ആക്കി വെച്ചു എന്നതിൻ്റെ അർത്ഥം. विद्यार्थी संघ के मंत्री अविनाश बाबू के झंडा गाड़ने पर पुलिस ने उन्हें पकड़ लिया. വിദ്യാർത്ഥി സംഘിൻ്റെ മന്ത്രി അവിനാഷ് ബാബു അവിടെ ഫ്ലാഗ് ഉയർത്തി വെച്ചതുകൊണ്ട് അദ്ദേഹത്തിനെ പോലീസ് പിടിച്ചുകൊണ്ടുപോയി. തഥാ അന്യ ലോഗോं को മാറാ. പിന്നെ ബാക്കിയുള്ളവരെല്ലാം അടിച്ചു. और वहाँ से हटा दिया. അവിടെ നിന്ന് മാറ്റിവിട്ടു. नेक्स्ट क्वेश्चन, लोग अपने अपने मकानों व सार्वजनिक स्थलों पर राष्ट्रीय झंडा फहराकर किस बात का संकेत देना चाहते थे? ജനങ്ങൾ അവരവരുടെ വീടുകളിൽ അഥവാ കെട്ടിടങ്ങളിൽ പിന്നെ സാർവജനിക് സ്ഥലം പബ്ലിക് പ്ലേസസിലും രാഷ്ട്രീയ ജണ്ട ഫെഹരാക്കർ നാഷണൽ ഫ്ലാഗ് ഹോയിസ്റ്റ് ചെയ്തിട്ട് അഥവാ ഉയർത്തിയിട്ട് എന്ത് സന്ദേശമാണ് അല്ലെങ്കിൽ എന്താണ് പറയാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത്? ലോഗ് അപ്പനെ അപ്പനെ മക്കാനവും വ സാർവജനിക് സ്ഥലവും പർ ജണ്ട ഫെഹരാക്കർ, ജനങ്ങൾ അവരവരുടെ വീടുകളിൽ അല്ലെങ്കിൽ കെട്ടിടങ്ങളിലും പബ്ലിക് പ്ലേസിലും നാഷണൽ ഫ്ലാഗ് ഹോയിസ്റ്റ് ചെയ്തിട്ട് ഉയർത്തിയിട്ട് ഇസ് ബാത് കാ സങ്കേത് ദേനാ ചാഹത്തെ തെ, എന്താണ് പറയാൻ ഉദ്ദേശിച്ചത് എന്ന് വെച്ചാൽ
कि वे भी अपने देश की स्वतंत्रता और राष्ट्रीय झंडे का पूर्ण सम्मान करते हैं. അവരും അവരുടെ ദേശकी സ്വതന്ത്രത, ദേശത്തിൻ്റെ സ്വതന്ത്രതയെയും പിന്നെ രാഷ്ട്രീയ झंडे അവരുടെ രാഷ്ട്രീയ झंडा അവരുടെ നാഷണൽ ഫ്ലാഗിനെയും പൂർണ്ണമായിട്ടും സമ്മാൻ കർത്തേ ഹെ, റെസ്പെക്റ്റ് ചെയ്യുന്നു, ബഹുമാനിക്കുന്നു എന്ന് കാണിക്കാനാണ് ഉദ്ദേശിച്ചിരുന്നത്. വേ ഭി അപ്നെ ദേശ് എന്ന് കഴിഞ്ഞിട്ട് ഫുൾ സ്റ്റോപ്പ് ഇല്ല കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, പോലീസിനെ ബഡെ ബഡെ പാർക്കോ തഥാ മൈതാനോ കോ ക്യൂ ഘേർ ലിയാ താ. പോലീസ് വലിയ വലിയ പാർക്കും മൈതാനങ്ങളും വളഞ്ഞത് എന്തുകൊണ്ടായിരുന്നു? पुलिस ने बड़े बड़े पार्क तथा मैदानों को इसलिए घेर लिया था ताकि പോലീസ് വലിയ വലിയ പാർക്കുകളും മൈതാനങ്ങളെയും വളഞ്ഞത് എന്തുകൊണ്ടെന്നാൽ ലോഗ് വഹാ ഏകത്രിത് ന ഹോ സക്കെ, ജനങ്ങൾ അവിടെ ഒരുമിച്ച് കൂടരുത് എന്ന കാരണത്താൽ. ഏകത്രിത് ഹോന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്യാദറിങ്, ഒരുമിച്ച് കൂടുക. पुलिस नहीं चाहती थी कि लोग एकत्र होकर പാർക്ക് തഥാ मैदानों में സഭ करे തഥാ രാഷ്ട്രീയ ധ്വജ് ഫഹരായെ. പിന്നെ പോലീസിന് ഇഷ്ടമല്ലാത്ത കാര്യം പറഞ്ഞാൽ ചെയ്യരുത് ഇവർ എന്ന് പറയുന്ന കാര്യം എന്താണ്? ജനങ്ങൾ ഒരുമിച്ച് കൂടി പാർക്കും തഥാ मैदानों പാർക്കിലോ അല്ലെങ്കിൽ മൈതാനങ്ങളിലോ ഒരുമിച്ച് കൂടി സഭ കരെ, അവിടെ എല്ലാം അവരുടെ മീറ്റിങ്സ് നടത്തുക, സഭ ആയിട്ട് മീറ്റിങ്സ് നടത്തുക, അതും പറഞ്ഞാൽ ഇവർ ചെയ്യരുത്. അതെല്ലാം പറഞ്ഞ എന്താണ്? പിന്നെ തടയണം. തഥാ രാഷ്ട്രീയ ധ്വജ് ഫെയറായി, അങ്ങനെ അവർ ഒരുമിച്ച് കൂടി അവരുടെ നാഷണൽ ഫ്ലാഗും അവിടെ ഹോയിസ്റ്റ് ചെയ്യും, ഉയർത്തും. അപ്പോൾ അതൊന്നും സംഭവിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് അവിടെ പോലീസ് ഉണ്ടായിരുന്നത്. ഇതുവരെ മതി കേട്ടോ ആൻസർ. ഒരു മാർക്കിൻ്റെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ. പോലീസ് പൂരി താക്കത്ത് സെ ഗസ്ത് ലഗാ രഹി തി. പിന്നെ പോലീസ് മുഴുവൻ ശക്തിയോട് കൂടിയിട്ട് ഗസ്ത് ലഗാ രഹി തേ പറഞ്ഞാൽ പെട്രോളിംഗ് ഡ്യൂട്ടി ചെയ്യുന്നുണ്ടായിരുന്നു. അവിടെ എല്ലാം കറങ്ങി നടന്ന് നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. പ്രത്യേക മോഡ് പർ ഗോർക്കെ തഥാ സർജൻറ്റ് മോട്ടോർ ഗാഡിയോമേ തൈനാത്ത്. ഓരോ മോഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടേണിങ്, ആ റോഡിൻ്റെ ഓരോ ടേണിങ്ങിലും ഗോർക്കയും പിന്നെ സർജൻറ്റ് എന്ന് വെച്ചാൽ ആർമിയിലെ ഒരു പദവിയല്ല എന്നുണ്ടെങ്കിൽ ഒരു ഡെസിഗ്നേഷൻ, അങ്ങനെ ഉള്ള ആൾക്കാരെ, കുറച്ച് ആൾക്കാരെ പിന്നെ വാഹനങ്ങളിലൊക്കെ അവിടെ എല്ലാവിടെയും ഉണ്ടായിരുന്നു. ഗുഡ് സവാർ പോലീസ് കാ ബി പ്രബന്ധ താ. കുറേ പോലീസുകാർ കുതിരപ്പുറത്തും അവിടെ എല്ലാം ഉണ്ടായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 25 to 30 വേർഡ്സിൽ ആൻസേഴ്സ് എഴുതാനാണ്. 26 जनवरी 1931 के दिन को अमर बनाने के लिए क्या क्या तैयारियां की गई थी? 26 जनवरी 1931 എന്ന ആ ദിവസത്തിനെ അമർ ബനാനെ കെ ലിയെ എന്ന് വെച്ചാൽ എന്നും ഓർക്കപ്പെടുന്നതായിട്ട്, ഒരിക്കലും മറക്കാത്ത ദിവസമായിട്ട് പിന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് അതിനുവേണ്ടി എന്തൊക്കെ തയ്യാറെടുപ്പുകളായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്? 26 जनवरी 1931 के दिन को अमर बनाने के लिए निम्नलिखित तैयारियां की गई थी. താഴെ പറയുന്ന തയ്യാറെടുപ്പുകളൊക്കെയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് വൺ, കൽക്കത്തയിലെ ലോഗോനെ അപ്നെ അപ്നെ ഘറോं को खूब सजाया. കൽക്കത്തയിലെ ജനങ്ങൾ അവരവരുടെ വീടുകളെ നല്ലവണ്ണം ഡെക്കറേറ്റ് ചെയ്തു. അധികാംശ മക്കാനോ पर രാഷ്ട്രീയ झंडा फहराया गया. ഒട്ടുമിക്ക വീടുകളിലും അല്ലെങ്കിൽ കെട്ടിടങ്ങളിലും നാഷണൽ ഫ്ലാഗ് ഉയർത്തിവെച്ചു. कुछ मकानों और बाज़ारों को ऐसे सजाया गया कि मानो स्वतंत्रता ही प्राप्त हो गई हो. ചില കെട്ടിടങ്ങളും പിന്നെ ബജാർ, മാർക്കറ്റുകളും എല്ലാം നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പറഞ്ഞാൽ അത് കണ്ടാൽ നമുക്ക് എങ്ങനെ തോന്നുന്നു വെച്ചാൽ സ്വതന്ത്രത ഹി പ്രാപ്ത് ഹോ ഗയി ഹോ, സ്വാതന്ത്ര്യത കിട്ടിയ പോലെ തോന്നുന്ന വിധത്തിൽ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കൽക്കത്തയ്ക്ക് പ്രത്യേക ഭാഗമേ ജണ്ടേ ലഹരായ ഗയേ. കൽക്കത്തയിലെ പ്രത്യേക ഭാഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ പ്രത്യേക സ്പോട്ട് എല്ലാ ഇടങ്ങളിലും എന്ന് പറയാം, ഏകദേശം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ഇടങ്ങളിലും എല്ലാ സ്ഥലത്തും ഫ്ലാഗ് ഹോയിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഫ്ലാഗ് ഉയർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ലോഗോനെ ऐसी സജാവട്ടെ പെഹ്ലി നെഹി ദേഖി തി. ഇതുപോലെ ഒരു ഡെക്കറേഷൻ ജനങ്ങൾ ഇതിൻ്റെ മുമ്പേ ഒരിക്കലും കണ്ടിട്ടില്ലായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആജ് ജോ ബാത് ഥി വഹ് നിരാലി തി. ഇന്ന് ഉണ്ടായിരുന്ന കാര്യം വളരെ വ്യത്യസ്തമായിരുന്നു. നിരാലി എന്ന് വെച്ചാൽ വ്യത്യസ്തം അഥവാ യൂണിക് എന്ന് പറയാം. അതിൻ്റെ അർത്ഥം പോസിറ്റീവായിട്ടാണ് പറയുന്നത്. കിസ് ബാത് സെ പതാ ചൽ രഹാ ഥാ കി ആജ് കാ ദിൻ അപ്നെ ആപ് മേ നിരാല ഹെ. ഏത് കാര്യത്തിൽ നിന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്നത്തെ ദിവസം വളരെ യൂണിക് അഥവാ വ്യത്യസ്തമായിരുന്നു എന്ന്? സ്പഷ്ട് കീജിയെ. 26 जनवरी का दिन अपने आप में निराला था. 26 जनवരിയുടെ ആ ദിവസം തന്നെ വളരെ വ്യത്യസ്തമായിരുന്നു. കൽക്കത്ത വാസി पूरे उत्साह पूरी नवीनता के साथ इस दिन को यादगार दिन बनाने की तैयारी में जुटे थे. കൽക്കത്ത വാസികൾ വളരെ മുഴുവൻ ഉത്സാഹത്തോടുകൂടിയും മുഴുവൻ നവീനത, ഒരു പുതുമയോടുകൂടിയും ഇസ് ദിൻ കോ, ഈ ദിവസത്തിനെ യാദ്ഗാർ ദിൻ ബനാനേക്ക്, എന്നും ഓർക്കപ്പെടുന്ന, യാദ്ഗാർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നും ഓർക്കപ്പെടുന്ന ഒരു ദിവസമായി മാറ്റാനുള്ള തയ്യാറെടുപ്പിൽ ആയിരുന്നു.
അംഗ്രേസി സർക്കാരിന്റെ കടി സുരക്ഷാ പ്രബന്ധോं ബാദ് ബി ബ്രിട്ടീഷ് സർക്കാരിൻ്റെ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള സെക്യൂരിറ്റി അറേഞ്ച്മെൻറ്റിന് ശേഷവും ഹസാറോं की संख्या में लोग लाठी खाकर भी ആയിരക്കണക്കിന് ജനങ്ങൾ ലാഠി ഖാക്കർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാഠി കൊണ്ട് അടി കൊണ്ടിട്ടും ജുലൂസ് മേ ഭാഗ് ലേ രഹേ തേ ആ പ്രൊസഷനിൽ അഥവാ ജാഥയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. സർക്കാർ ദ്വാര സഭ ഭംഗ് കർനെ കി കോശിഷോं के बावजूद भी സർക്കാർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രിട്ടീഷ് സർക്കാർ ബ്രിട്ടീഷുകാർ ആ സഭ അവരുടെ ആ മീറ്റിങ്ങിനെ തടയാൻ വേണ്ടിയിട്ടുള്ള പ്രയത്നങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. അതിൻ്റെ ശേഷവും ബഡി സംഖ്യ മേ ആം ജനത ഓർ കാര്യകർത്ത സംഘടിത് ഹോക്കർ വളരെ വലിയ സംഖ്യയിൽ ആം ജനത സാധാരണ ജനങ്ങളും പിന്നെ അതിൻ്റെ കാര്യകർത്ത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രവർത്തകരും സംഘടിത് ഹോക്കർ ഒരുമിച്ച് കൂടി മോന്യുമെൻ്റ് കെ പാസ് ഏകത്രിത് ഹോ രഹേ തേ ആ മോന്യുമെൻറ്റിൻ്റെ അടുത്ത് ഗ്യാദറായി ഒരുമിച്ച് കൂടി. സ്ത്രീയോ ने भी इस आंदोलन में बढ़ चढ़कर भाग लिया സ്ത്രീകളും ഈ മൂവ്മെൻറ്റിൽ പറഞ്ഞ ഒരുപാട് സ്ത്രീകൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. इस दिन अंग्रेजी कानून को खुली चुनौती देकर कलकत्ता वासियों ने देश प्रेम और एकता का अपूर्व प्रदर्शन किया. ഈ ദിവസം അംഗ്രേസി കാനൂൻ കോ ബ്രിട്ടീഷുകാരുടെ നിയമങ്ങളെ കുലി ചുനോത്തി ദേക്കർ ചാലഞ്ച് എടുത്ത് കാണിച്ചിട്ട് കൽക്കത്ത വാസികൾ ദേശ് പ്രേം ഓർ ഏക്ത കാ ദേശപ്രേമത്തിൻ്റെയും അവരുടെ യൂണിറ്റിയുടെയും അപൂർവമായിട്ടുള്ള പ്രദർശനം കാഴ്ചവെച്ചു. नेक्स्ट क्वेश्चन पुलिस कमिश्नर के नोटिस और कौंसिल के नोटिस में क्या अंतर था? പോലീസ് കമ്മീഷണറുടെ നോട്ടീസും പിന്നെ കൗൺസിലിൻ്റെ നോട്ടീസും തമ്മിൽ എന്തായിരുന്നു വ്യത്യാസം? എന്താണ് വ്യത്യാസം? പോലീസ് കമ്മീഷണർ എന്തിനാണ് നോട്ടീസ് കൊടുത്തത്? പോലീസ് കമ്മീഷണർ എന്ന് പറയുന്നത് ആരാണ്? ബ്രിട്ടീഷുകാരുടെ കൂടെ ഉള്ളവർ. അപ്പോൾ അവർ കൊടുത്തത് ഈ സഭ കൂടാൻ പാടില്ല. കൗൺസിലിൻ്റെ സൈഡിൽ നിന്ന് വന്ന നോട്ടീസിൻ്റെ അർത്ഥം എന്താണ്? ഏത് വിധത്തിലും ഇത്ര മണിക്ക് അവിടെ എല്ലാവരും കൂടണം, എത്തണം. അപ്പോൾ ആൻസർ दोनों में यह अंतर था कि പോലീസ് കമ്മീഷണർ का നോട്ടീസ് നിക്കൽ ചുക്കാ था कि രണ്ടിലും തമ്മിലുള്ള വ്യത്യാസം എന്തായിരുന്നു വെച്ചാൽ പോലീസ് കമ്മീഷണറുടെ നോട്ടീസ് വന്നു കഴിഞ്ഞു. അമുക് ധാര കെ അനുസാർ കോയി സഭ നഹി ഹോ സക്തി. അമുക് ധാര എന്ന് വെച്ചാൽ സോ ആൻഡ് സോ ഇന്നതെന്ന് പറയില്ലേ, അങ്ങനെ ധാര എന്ന് വെച്ചാൽ വകുപ്പ് അനുസരിച്ചിട്ട് ഒരാളും സഭ കൂടാൻ പാടില്ല, പറഞ്ഞാൽ സഭയൊന്നും നടത്താൻ പാടില്ല. ഓർ ജോ ലോക് സഭാ മേ ഭാഗ് ലേങ്കെ ആരൊക്കെ ആ സഭയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുവോ വേ ദോഷി സംജെ ജായെങ്കെ അവരെല്ലാം തെറ്റുകാരാണെന്ന് കണക്കാക്കപ്പെടും. ജബ്കി കൗൺസിൽ കെ നോട്ടീസ് മേ താ എന്നാൽ കൗൺസിലിൽ നിന്ന് വന്ന നോട്ടീസിൽ എന്തായിരുന്നു? മോന്യൂമെൻറ്റ് കെ നീച്ചെ ठीक 4:24 पर झंडा फहराया जाएगा. കൃത്യം 4:24 മോന്യുമെൻറ്റിൻ്റെ താഴെ കൊടി ഉയർത്തും, ഫ്ലാഗ് ഹോസ്റ്റിംഗ് ഉണ്ടാകും. തഥാ സ്വതന്ത്രതാക്കി പ്രതിജ്ഞ പഠി ജായേഗി. സ്വതന്ത്രതയുടെ പ്രതിജ്ഞ അഥവാ പ്ലെഡ്ജ് എന്ന് പറയാം, പ്ലെഡ്ജ് വായിക്കും. ഇസ്മേ സർവ്വസാധാരൺ കി ഉപസ്ഥിതി ഹോനി ചാഹിയേ. ഇതിൽ സർവ്വസാധാരൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ ജനങ്ങൾ, അപ്പോൾ സാധാരണ ജനങ്ങളുടെ പ്രസൻസ് ഉണ്ടാവണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ധർമ്മത്തലയ്ക്ക് മോഡ് പർ ആക്കർ ജുലൂസ് ക്യൂൺ ടൂട്ട് ഗയ. ധർമ്മത്തല എന്ന് പറയുന്നത് ഒരു സ്ഥലത്തിൻ്റെ പേരാണ്. അപ്പോൾ ആ സ്ഥലത്തിൻ്റെ ടേണിങ്ങിൽ വന്നിട്ട് ആ ജുലൂസ് എങ്ങനെയാണ് ബ്രേക്ക് ആയത്? സുഭാഷ് ബാബു के नेतृत्व में जुलूस पूरे जोश के साथ आगे बढ़ रहा था. സുഭാഷ് ബാബു അഥവാ സുഭാഷ് ചന്ദ്രബോസിൻ്റെ നേതൃത്വത്തിൽ ലീഡർഷിപ്പിൽ ആ ജുലൂസ് വളരെ ഉത്സാഹത്തോടുകൂടി പൂരെ ജോഷ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ഉത്സാഹത്തോടുകൂടി എനർജറ്റിക് ആയിട്ട് മുന്നോട്ട് പോകുകയായിരുന്നു. തോട ആകെ ബഡനെ പർ പോലീസിനെ സുഭാഷ് ബാബു കോ പക്കഡ് ലിയ. കുറച്ച് മുന്നോട്ട് പോയതിനു ശേഷം പോലീസ് സുഭാഷ് ബാബുവിനെ പിടിച്ചു. ഓർ ഗാഡി മേ ബിഠാക്കർ ലാൽ ബാജാർ കെ ലോക്കപ്പ് മേ ഭേജ് ദിയ. പിന്നെ വണ്ടിയിലിരുത്തി ലാൽ ബാജാർ എന്നുള്ള സ്ഥലത്തെ ലോക്കപ്പിലേക്ക് അയച്ചു. ജുലൂസ് മേ ഭാഗ് ലേനെ വാലെ ആന്തോളൻകാരിയോं पर पुलिस ने लाठियां बरसानी शुरू कर दी थी. ആ ജുലൂസിൽ പങ്കെടുത്ത അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ആന്തോളൻകാരിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വിപ്ലവത്തിൽ പങ്കെടുത്ത ആൾക്കാർ, വിപ്ലവകാരികൾ എന്നൊക്കെ പറയാം, അവരെ പോലീസ് ലാഠിയാം ബർസാനെ ശുരൂ കർ ദീ തി. ലാഠി വർഷിക്കാൻ തുടങ്ങി. അതിൻ്റെ അർത്ഥം ലാഠി കൊണ്ട് അടിക്കാൻ തുടങ്ങി. ബഹുത് സെ ലോഗ് ബുരി തരഹ സെ ഘായൽ ഹോ ചുക്കേ തേ. ഒരുപാട് ആൾക്കാർ വളരെ സിവിയറായിട്ട് ഇഞ്ചുറായി, പരിക്കേറ്റു. പോലീസ് കി ബർബരതാക്കെ കാരൻ ജുലൂസ് ബിഖർ ഗയാ താ. പോലീസിൻ്റെ ബർബരതാക്കെ കാരൻ, ബർബരത എന്ന് വെച്ചാൽ വളരെ അസഭ്യമായിട്ട് പറഞ്ഞാൽ വേണ്ടാത്തരങ്ങളെന്ന് പറയില്ലേ, അങ്ങനെ ചെയ്യരുതാത്തത്, അങ്ങനെയുള്ള കാരണത്താൽ ആ ജുലൂസ് ബിഖർ ഗയ, അതൊക്കെ ഡിസ്പേഴ്സായി പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെതറിപ്പോയി. മോഡ് പർ 50-60 സ്ത്രീയാ ധർണ ദേക്കർ ബൈറ്റ് ഗയി തി. പിന്നെ ആ ടേണിങ്ങിൽ 50-60 സ്ത്രീകൾ അവിടെ അവിടെ തന്നെ ഇരുന്നു അവർ. പോലീസിനെ ഉന്നെ പക്കടക്കൽ ലാൽ ബജാർ ഭേജ് ദിയാ ഥ. പോലീസ് അവരെയും പിടിച്ചിട്ട് ആ സ്ത്രീകളെയും പിടിച്ച് ലാൽ ബജാറിലേക്ക് പറഞ്ഞയച്ചു.
नेक्स्ट क्वेश्चन, डॉक्टर दास गुप्ता जुलूस में घायल लोगों की देख रेख तो कर ही रहे थे, ഉൻകെ ഫോട്ടോ ബി ഉത്തർവാ രഹേ തേ. ഡോക്ടർ ദാസ് ഗുപ്ത ജുലൂസിലെ പരിക്കേറ്റ ആൾക്കാരെ ശുശ്രൂഷിക്കുന്നുണ്ടായിരുന്നു. കർ ഹി രഹേ തേ പറഞ്ഞാൽ ചെയ്യുക തന്നെയായിരുന്നു. ഉൻകെ ഫോട്ടോ ബി ഉത്തർവാ രഹേ തേ അവരുടെ ഫോട്ടോവും എടുപ്പിക്കുന്നുണ്ടായിരുന്നു. ഉത്തർവാന എന്ന് വെച്ചാൽ എടുപ്പിക്കുന്നുണ്ടായിരുന്നു. ഉൻ ലോഗോं को ഫോട്ടോ खींचने की क्या वजह हो सकती थी അവർക്ക് ഫോട്ടോ എടുക്കാനുള്ള ആവശ്യം എന്തായിരിക്കാം അതിന് കാരണം. स्पष्ट कीजिए. डॉक्टर दास गुप्ता जुलूस में घायल लोगों की देखरेख के साथ उनके फोटो भी उतरवा रहे थे. ഡോക്ടർ ദാസ് ഗുപ്ത ജുലൂസിൽ പരിക്കേറ്റ ആൾക്കാരെ ശുശ്രൂഷിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ അവരുടെ ഫോട്ടോവും എടുപ്പിക്കുന്നുണ്ടായിരുന്നു. താക്കി സോ ദാറ്റ് എന്ന് പറയില്ലേ, അതിനാണ് താക്കി. പൂരാ ദേശ് അംഗ്രേസ് പ്രശാസകോं के जुल्मों से अवगत होकर മുഴുവൻ ദേശവും ഈ ബ്രിട്ടീഷുകാരുടെ പ്രശാസക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് അല്ലെങ്കിൽ സ്റ്റാഫ് എന്നൊക്കെ പറയാം അവർ. അപ്പോൾ ഈ ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേറ്റേഴ്സിൻ്റെ ടോർച്ചർ, ജുലും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടോർച്ചർ, അവരുടെ ആ ഉപദ്രവം, അവരുടെ ടോർച്ചർ കൊണ്ട് അത് കണ്ട് മനസ്സിലാക്കുക. അവഗത് ഹോന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവെയർനെസ്, നമുക്കതിനെപ്പറ്റി മനസ്സിലാകുക, അവെയർ ആവുക. നമ്മൾ ഉൻക വിരോധ് കർക്കെ നമ്മൾ അതിനെപ്പറ്റി അവെയറായി അതിനെ പ്രകടിപ്പിക്കണം, പറഞ്ഞാൽ അതിനെ പ്രതിഷേധിക്കണം, അതിൻ്റെ എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കണം. പറഞ്ഞാൽ അന്നത്തെ കാലത്തൊക്കെ എന്താണ്, ചില ആൾക്കാർ വളരെ റയർ ആയിട്ടുള്ളവർ അവർ ബ്രിട്ടീഷുകാർ പറയണത് തന്നെ ചെയ്ത് അവർ പറഞ്ഞ ജോലി ചെയ്ത് അങ്ങോട്ട് ജീവിച്ചു പോകും ഇന്ത്യക്കാരും അല്ലേ. പറഞ്ഞാൽ അത് കുറേ പേടിച്ചിട്ടൊക്കെയാണ്. അപ്പോൾ അങ്ങനെ ചെയ്യാതെ അവർക്ക് അവയർനെസ് കൊടുക്കുക. ഉനെ ദേശ് സെ ബഹർ നിക്കാൽനെ കെ ലിയെ തയ്യാർ ഹോ ജായ്. ഉനെ എന്ന് പറയുന്നത് ആരെയാണ് ഇവിടെ? ബ്രിട്ടീഷേഴ്സിനെ. അപ്പോൾ അത് മനസ്സിലാക്കി ഈ ബ്രിട്ടീഷുകാരെ ദേശ് സെ ബഹർ നിക്കാൽനെ കെ ലിയെ ദേശത്തു നിന്ന് പുറത്താക്കാൻ, നമ്മുടെ രാജ്യത്തു നിന്ന് പുറത്താക്കാനുള്ള തയ്യാറെടുപ്പുകൾ ചെയ്യാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 50 to 60 വേർഡ്സിൽ ആൻസർസ് എഴുതാനുള്ളതാണ്. സുഭാഷ് ബാബു കെ ജുലൂസ് മേ സ്ത്രീ സമാജ് കി ക്യാ ഭൂമിക തീ. സുഭാഷ് ബാബുവിൻ്റെ ജുലൂസിൽ സ്ത്രീ സമാജ് അഥവാ സ്ത്രീ സമൂഹം അഥവാ സ്ത്രീകളുടെ ഗ്രൂപ്പ് എന്ന് പറയാം, അവരുടെ റോള് എന്തായിരുന്നു? ഭൂമിക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റോള്, പങ്ക്. സുഭാഷ് ബാബു കെ ജുലൂസ് മേ സ്ത്രീ സമാജിനെ ഏക് അഹം ഭൂമിക നിഭായി തീ. സുഭാഷ് ബാബുവിൻ്റെ ജുലൂസിൽ സ്ത്രീ സമൂഹം അഥവാ സ്ത്രീകളുടെ ഗ്രൂപ്പ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളാണ് നിർവഹിച്ചത്. അഹം ഭൂമിക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രധാന പങ്ക് എന്ന് മലയാളത്തിൽ പറയാം. അഹം എന്ന് വെച്ചാൽ പ്രധാനമായിട്ടുള്ള, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള. ഭൂമിക എന്ന് വെച്ചാൽ റോള്, നിഭാന എന്ന് വെച്ചാൽ പാലൻ കർണ അഥവാ നിർവഹിക്കുക. स्त्री समाज ने जगह जगह से जुलूस निकालने की तथा ठीक स्थान पर पहुंचने की तैयारी और कोशिश की थी. സ്ത്രീകളുടെ ഗ്രൂപ്പ് ജഗ ഓരോ സ്ഥലങ്ങളിൽ നിന്നും ജുലൂസ് പുറപ്പെടാനും പിന്നെ ശരിയായ സ്ഥാനത്ത് എത്തിച്ചേരാനും ഉള്ള തയ്യാറെടുപ്പുകളും അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു. स्त्रियों ने मोन्यूमेंट की सीढ़ियों पर चढ़कर झंडा फहराकर घोषणा पत्र पढ़ा था. സ്ത്രീകൾ മോന്യുമെൻറ്റിൻ്റെ സ്റ്റെപ്പിൽ കയറിയിട്ട് അവിടെ കൊടി ഉയർത്തി, അവിടെ ഫ്ലാഗ് ഹോയിസ്റ്റിംഗ് ചെയ്തു. ജണ്ട ഫെഹരാക്കരെ എന്ന് ആവശ്യമില്ല കേട്ടോ, ജണ്ട ഫെഹരായേ എന്ന് പറയാം. ഘോഷണാപത്ര പഠ ഓർ ഘോഷണാപത്ര പഠ എന്ന് പറയാം. എന്നിട്ട് ആ പ്ലഡ്ജ് അഥവാ ഘോഷണാപത്ര അല്ലാന്നുണ്ടെങ്കിൽ ഓത്ത് അതൊക്കെ വായിച്ചു. തഥാ പോലീസ് കെ ബഹുത് സെ അത്യാചാരവും കാ സാമന കിയാ था. പിന്നെ ഈ പോലീസുകാരുടെ വളരെയധികം അത്യാചാരങ്ങൾ അഥവാ ജുൽം എന്ന് പറയാം, അത്യാചാരത്തിന് അഥവാ ടോർച്ചറിനെല്ലാം അവർ ഫേസ് ചെയ്തു. സാമന കിയാന്ന് വെച്ചാൽ നേരിട്ടു, ഫേസ് ചെയ്തു. പറഞ്ഞാൽ പുരുഷന്മാർ മാത്രമല്ല, ജെൻസ് മാത്രമല്ല, ലേഡീസിനും എന്താണ്, അവർക്കും അടിയൊക്കെ കൊണ്ടു, പിന്നെ മാത്രമല്ല അവരെയും ജയിലിൽ കൊണ്ടുപോയിട്ടു. അപ്പോൾ പുരുഷന്മാരുടെ ഈക്വലായിട്ട് തന്നെ സ്ത്രീകളും ഇതെല്ലാം നേരിടേണ്ടി വന്നു. വിമൽ പ്രതിഭ जानकी देवी और मदालसा आदि ने जुलूस का सफल नेतृत्व किया था. വിമൽ പ്രതിഭ, ജാനകി ദേവി, മദാലസ ഈ സ്ത്രീകളെല്ലാമാണ് ഈ ജുലൂസിന് നല്ല സഫലമായിട്ട് നേതൃത്വം കൊടുത്തത്, ലീഡർഷിപ്പ് കൊടുത്ത ആൾക്കാരായിരുന്നു ഇവരെല്ലാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ജുലൂസ് കെ ലാൽ ബജാർ ആനെ പർ ലോഗോं की क्या दशा हुई. ജുലൂസ് ലാൽ ബജാറിൽ എത്തിയപ്പോൾ ജനങ്ങളുടെ അവസ്ഥ എന്തായിരുന്നു? ജുലൂസ് കെ ലാൽ ബജാർ ആനെ പർ पुलिस ने एकत्रित भीड़ पर लाठियों से प्रहार किया. ജുലൂസ് ലാൽ ബജാറിൽ എത്തിയപ്പോൾ പോലീസ് ഏകത്രിത് ഭീഡ് പർ ആ ഒത്തുകൂടിയ പറഞ്ഞാൽ ഗ്യാതേർഡ്, ആ ഗ്യാദർ ചെയ്ത ആ ക്രൗഡിൽ ആ തിരക്കിനെ ലാഠിയോസെ പ്രഹാർ കിയ ലാഠി കൊണ്ട് അടിച്ചു. പ്രഹാർ കർണ എന്ന് വെച്ചാൽ അടിക്കുക, മാർന. സുഭാഷ് ബാബു को पकड़कर लॉकअप में भेज दिया गया. സുഭാഷ് ബാബുവിനെ ലോക്കപ്പിലേക്ക് അയച്ചു. സ്ത്രീയോं का नेतृत्व करने वाली मदालसा भी पकड़ी गई थी. സ്ത്രീകളെ നേതൃത്വം ചെയ്തിരുന്ന, ഗൈഡ് ചെയ്തിരുന്ന മദാലസയെയും പിടിച്ചുകൊണ്ടുപോയി. ഉസ്കോ താനെ മേ മാറാ ബി ഗയാ. മദാലസയെ, ഉസ്കോ എന്ന് പറഞ്ഞാൽ മദാലസയെ പോലീസ് സ്റ്റേഷനിൽ, थाना എന്ന് വെച്ചാൽ പോലീസ് സ്റ്റേഷൻ, അവിടെ അടിക്കുകയും ചെയ്തു. इस जुलूस में लगभग 200 വ്യക്തി घायल हुए जिसमें से कुछ की हालत गंभीर थी. ഈ ജുലൂസിൽ ഏകദേശം 200 ആൾക്കാർക്ക് പരിക്കേറ്റു, ഇഞ്ചുറായി. അതിൽ കുറച്ച് ആൾക്കാരുടെ കണ്ടീഷൻ വളരെ മോശമായിരുന്നു.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ജബ് സെ കാനൂൻ ഭംഗ് കാ കാം ശുരു ഹുവാ ഹെ എപ്പോൾ തുടങ്ങി നിയമം ലംഘിക്കുന്ന കാര്യങ്ങൾ തുടങ്ങിയോ പറഞ്ഞാൽ നിയമം ലംഘിക്കാൻ തുടങ്ങിയോ കാനൂൻ ഭംഗ് കർണ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിയമം ലംഘിക്കുക ഭംഗ് കർണ എന്ന് വെച്ചാൽ വയലേറ്റ് ചെയ്യുക പാലിക്കാതിരിക്കുക കാനൂൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എവിടുത്തെ കാനൂന് ആരുടെ നിയമമാണ് പറഞ്ഞിരിക്കുന്നത് ബ്രിട്ടീഷുകാർ പറയുന്ന നിയമം അല്ലേ ബ്രിട്ടീഷുകാർ പറയുന്ന നിയമം പാലിക്കേണ്ടത് ആരാണ് നമ്മൾ അപ്പോൾ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അത് ആവശ്യമുണ്ടോ ഇല്ല തബ് സെ ആജ് തക് അപ്പം തുടങ്ങി ഇന്ന് വരെ ഇത്തിനി ബഡി സഭ ഏസെ മൈതാൻ മേ നഹി കി ഗയി തി ഇത്ര വലിയ സഭ ഇങ്ങനെ ഒരു മൈതാനത്തിൽ നടന്നിട്ടേയില്ല और यह സഭ तो कहना चाहिए कि ഓപ്പൺ ലഡായി തീ പിന്നെ ഈ സഭ कहना चाहिए പറയേണ്ടത് ആവശ്യമാണ് എന്താണെന്നാൽ ഇത് ഒരു ഓപ്പൺ വാറായിരുന്നു ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു യുദ്ധമായിരുന്നു ഓപ്പൺ എന്നുള്ളത് എന്താണ് ഇംഗ്ലീഷ് വേർഡ് തന്നെയാണ് കേട്ടോ ഒരു തുറന്ന യുദ്ധമായിരുന്നു यहाँ पर कौन से और किसके द्वारा लागू किए गए कानून को भंग करने की बात कही गई है ഇവിടെ कौन से ഏത് പിന്നെ കിസ്കെ ദ്വാര ആരാൽ ലാഗു കിയ ഗയ പറഞ്ഞാൽ ഉണ്ടാക്കിയ നിയമങ്ങളെയാണ് ഭംഗ് കർണിക്ക് ബാത് കഹി ഗയി ഹെ ലംഘിച്ചിരിക്കുന്നു അഥവാ ഫോളോ ചെയ്തിട്ടില്ല പാലിച്ചിട്ടില്ല എന്ന് പറയുന്നത് പറഞ്ഞാൽ ആരുണ്ടാക്കിയ നിയമം ആരാൽ ഉണ്ടാക്കിയ നിയമം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഏത് നിയമം ആരാൽ ഉണ്ടാക്കിയത് കോൺസെ എന്ന് പറഞ്ഞാൽ ഏത് നിയമം കിസ്കെ ദ്വാര എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബൈ ഹൂം ആരാൽ ഉണ്ടാക്കിയ നിയമമാണ് ഇവിടെ വയലേറ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് ക്യാ കാനൂൻ ഭംഗ് കർണ ഉചിത അങ്ങനെ ആ നിയമം പാലിക്കാതിരിക്കുന്നത് ഉചിതമായിരുന്നോ പാഠ के संदर्भ में अपने विचार प्रकट कीजिए പാഠത്തിൻ്റെ അനുസരിച്ചിട്ട് ആൻസർ എഴുതാൻ പറഞ്ഞിരിക്കുന്നത് ജബ് പോലീസ് കമ്മീഷണർ का നോട്ടീസ് നിക്കലാ की അമുക് അമുക് ധാര के अनुसार പോലീസ് കമ്മീഷണറുടെ നോട്ടീസ് വന്ന സമയത്ത് എന്താണ് അമുക് അമുക് ധാര के अनुसार പറഞ്ഞാൽ സോ ആൻഡ് സോ എന്ന് പറയില്ലേ ഇന്ന ഇന്ന ധാര എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വകുപ്പുകൾ അനുസരിച്ചിട്ട് കോയി സഭ നഹി ഹോ സക്തി ഒരു സഭയും ഉണ്ടാവാൻ പാടില്ല പറഞ്ഞാൽ അങ്ങനെ ഒരു മീറ്റിംഗ് ഒന്നും നടത്താൻ പാടില്ല ഓർ സഭ മേ ഭാഗ് ലേനെ വാലോं को दोषी समझा जाएगा ആ സഭയിൽ പങ്കെടുക്കുന്ന ആൾക്കാരെ ദോഷിയായിട്ട് തെറ്റുകാരായിട്ട് എടുക്കും തെറ്റുകാരായിട്ട് കണക്കാക്കും തോ കോൺസിൽ की तरफ से भी നോട്ടീസ് നിക്കല അപ്പോൾ പോലീസ് കമ്മീഷണറുടെ നോട്ടീസ് ഇതായിരുന്നു അതിൽ ആരൊക്കെ പങ്കെടുക്കുന്നു ആ സഭയിൽ അവരെല്ലാം തെറ്റുകാരായിട്ട് കണക്കാക്കും പിന്നെ ഒരു നോട്ടീസ് എവിടെ നിന്നാണ് വന്നത് കോൺസിലിൽ നിന്ന് അപ്പോൾ കോൺസിലിൽ നിന്ന് വന്ന നോട്ടീസിൽ എന്താ പറയുന്നത് कि മോന്യൂമെൻ്റ് के नीचे ठीक 4:24 पर झंडा फहराया जाएगा മോന്യൂമെൻറ്റിൻ്റെ താഴെ കറക്റ്റ് 4:24 ഫ്ലാഗ് ഹോയിസ്റ്റിംഗ് ഉണ്ടായിരിക്കും സ്വതന്ത്രത की പ്രതിജ്ഞ പഠി जाएगी സ്വതന്ത്രതയുടെ പ്ലെഡ്ജ് വായിക്കും इस तरह से पुलिस कमिश्नर द्वारा सभा स्थगित करने जैसे लागू कानून को ഈ പ്രകാരം പോലീസ് കമ്മീഷണർ ഈ സഭയെ സ്ഥഗിത് ചെയ്യുക എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിർത്തലാക്കുന്ന രീതിയിൽ ലാഗു കാനൂൻ കോ അങ്ങനെ ആ രീതിയിൽ കൊണ്ടുവന്ന ആ നിയമത്തിനെ കോൺസിൽ की तरफ से ഭംഗ് किया गया കോൺസിൽ അതിനെ ലംഘിച്ചു പറഞ്ഞാൽ പാലിച്ചില്ല ഫോളോ ചെയ്തില്ല അതിൻ്റെ അർത്ഥം എന്താണ് കമ്മീഷണർ ഒരു നിയമം കൊണ്ടുവന്നു സഭയിൽ ആരും പങ്കെടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ കോൺസിൽ അതേ സമയത്ത് ഇനിയൊരു നിയമം കൊണ്ടുവന്നു എല്ലാവരും മോന്യൂമെൻറ്റിൻ്റെ താഴെ 424 എത്തണം അവിടെ ഫ്ലാഗ് ഹോസ്റ്റിംഗ് ചെയ്യും എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെയാണ് ഭംഗ് ചെയ്തത് ആ നിയമത്തിനെ കോൺസിലിൻ്റെ ഈ നിയമം കൊണ്ട് അതിനെ ലംഘിച്ചു ജോക്കി ഉചിത അതെന്താണ് ഉചിതമായിരുന്നു അല്ലേ തീർച്ചയായിട്ടും അത് ഉചിതമായിരുന്നു ക്യൂങ്കി ഇസ്കെ ബിന ആസാദി കി ആഗ് പ്രജ്വലിത് ന ഹോത്തി ഇതില്ലാതെ ഇങ്ങനൊന്നും സംഭവിക്കാതെ ആസാദി കി ആഗ് സ്വാതന്ത്ര്യത്തിൻ്റെ തീയെ നമുക്ക് കത്തിക്കാൻ പറ്റില്ല അതിൻ്റെ അർത്ഥം സ്വാതന്ത്ര്യം നമുക്ക് കിട്ടാൻ സാധ്യമല്ല ഈ ക്വസ്റ്റ്യനിൽ ആജ് ഇന്ന് എന്ന് പറയുന്നത് ഏത് ദിവസമാണ് 26 ജനുവരി 1931 കേട്ടോ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ബഹുത് സെ ലോഗ് ഘായൽ ഹുയെ ബഹുത് കോ ലോക്കപ്പ് മേ രഖാ ഗയ ഒരുപാട് ആൾക്കാർക്ക് പരിക്കേറ്റു ഒരുപാട് ആൾക്കാരെ ലോക്കപ്പിൽ കൊണ്ടുപോയിട്ടു ബഹുത് സി സ്ത്രീയാ ജയിൽ ഗയി കുറേ സ്ത്രീകളെ ജയിലിൽ കൊണ്ടുപോയി ഫിർ ബി ഇസ് ദിൻ കോ അപൂർവ ബതായ ഗയാ ഹെ എന്നാലും ഈ ദിവസത്തിന് അപൂർവം എന്ന് പറഞ്ഞിരിക്കുന്നു ഏത് ദിവസമാണ് ഇവിടെ പറയുന്നതും എന്താണ് 26 ജനുവരി 1931 ആപ്കെ വിചാർ മേ യഹ് സബ് അപൂർവ ക്യൂ ഹെ അപ്നെ ശബ്ദോ മേ ലിഖിയെ നിങ്ങളുടെ വിചാരം അനുസരിച്ചിട്ട് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുന്നത് അനുസരിച്ചിട്ട് അപൂർവ എന്തുകൊണ്ടാണ് ഇതിനെ പറഞ്ഞിരിക്കുന്നത്
हमारे विचार में 26 जनवरी 1931 का दिन അദ്ഭുത് था. ഞങ്ങൾ മനസ്സിലാക്കിയതനുസരിച്ചിട്ട് 26 ജനുവരി 1931 എന്നുള്ള ആ ദിവസം ഒരു അദ്ഭുത ദിവസമായിരുന്നു. ക്യൂങ്കി എന്തുകൊണ്ടെന്നാൽ ഇസ് ദിൻ കൽക്കത്ത വാസിയോ കോ അപ്നി ദേശഭക്തി ഏകത വ സാഹസ് കോ സിദ്ധ് കർനെ കാ അവസർ മിലാ था. ഈ ദിവസം കൽക്കത്ത വാസികൾക്ക് അവരുടെ ദേശഭക്തിയും ഏകതയും സാഹസ് ധൈര്യവും സിദ്ധ് കർനെ കാ തെളിയിക്കാനുള്ള പ്രൂവ് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ട്. ഉन्होंने देश का दूसरा स्वतंत्र दिवस पूरे जोश और उत्साह के साथ मनाया. അവരെല്ലാവരും രാജ്യത്തിൻ്റെ രണ്ടാമത്തെ സ്വാതന്ത്ര്യ ദിവസം വളരെ ഉത്സാഹത്തോടുകൂടി, ജോഷ് എന്ന് വെച്ചാലും ഉത്സാഹം, ഇൻട്രസ്റ്റ് എന്നൊക്കെയാണ്, इंटरेस्टोडुगूडी सेलिब्रेट ചെയ്തു. अंग्रेज प्रशासकों ने इसे उनका अपराध मानते हुए उन पर और विशेष रूप से महिला कार्यकर्ताओं पर ഈ ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് അഥവാ ഈ ബ്രിട്ടീഷുകാർ ഇതിനെ ഒരു വലിയ തെറ്റായി എടുത്തുകൊണ്ട്, അപരാധ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപരാധം, തെറ്റ് എടുത്തുകൊണ്ട് ഉൻ പർ ഓർ വിശേഷ് രൂപ് സെ മഹിളാ കാര്യകർത്താവും പർ അവരുടെ മേലെ, പ്രത്യേകിച്ചും മഹിളാ വർക്കേഴ്സ്, ലേഡീസ് വർക്കേഴ്സിൻ്റെ മേലെ അനേക അത്യാചാർ കിയെ, ഒരുപാട് അത്യാചാരം ചെയ്തു, പറഞ്ഞാൽ അവരെ ഒരുപാട് ടോർച്ചർ ചെയ്തു. ലേക്കിൻ പോലീസ് ദ്വാരാ കിയാ ഗയാ ക്രൂരതാപൂർണ്ണ വ്യവഹാർ ബി ഉൻകെ ഇരാദോं को ബദൽ नहीं सका. എന്നാൽ പോലീസ് ചെയ്ത ഈ അത്യാചാരങ്ങൾ അഥവാ ഈ ക്രൂരത നിറഞ്ഞ വ്യവഹാരം അഥവാ ബിഹേവിയർ, അങ്ങനെയുള്ള ആ നടപടികളെല്ലാം ഉൻകെ ഇരാദോങ്കോ, അവരുടെ ഇരാദ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഇൻറ്റൻഷൻ, അവരുടെ ഉദ്ദേശങ്ങൾ, അവരുടെ ആശയങ്ങൾ, അതിനെ ബദൽ നഹി സക, മാറ്റാൻ പറ്റിയില്ല. ഓർ നാ ഹി ഉൻകെ ജോഷ് കം കർ പായെ, അവരുടെ ഇൻട്രസ്റ്റ്, ജോഷ് എന്ന് വെച്ചാൽ അവരുടെ ഉത്സാഹം, ഇൻട്രസ്റ്റ്, അത് കുറയ്ക്കാനും പറ്റിയില്ല. ഏക്ജുട്ട് ഹോക്കർ രാഷ്ട്രീയ ജണ്ട ഫെഹരാനെ ഓർ സ്വതന്ത്രത की प्रतिज्ञा करने का जो संकल्प उन सब ने मिलकर लिया था, एकजुट होकर, എല്ലാവരും ഒത്തൊരുമിച്ച് രാഷ്ട്രീയ ജണ്ട ഫെഹരാനെ, നാഷണൽ ഫ്ലാഗ് ഹോയിസ്റ്റ് ചെയ്യാൻ, ഫ്ലാഗ് ഉയർത്താനും, പിന്നെ സ്വതന്ത്രത की प्रतिज्ञा करने का, സ്വാതന്ത്ര്യത്തിൻ്റെ പ്രതിജ്ഞ ചെയ്യാനും, അതിൻ്റെ പ്ലഡ്ജ് വായിക്കാമെന്ന് പറഞ്ഞില്ലേ, അതിനും വേണ്ടിയിട്ടുള്ള ജോ സങ്കൽപ്പ്, ആ ഉറച്ചൊരു തീരുമാനം, ഉൻ സബ്നെ മിൽ കർ ലിയാ था, അവരെല്ലാവരും എടുത്ത ആ ഒരു തീരുമാനം, ഉസെ ഉനോനെ യാതനായ സഹക്കർ ബി ഉസ് ദിൻ പൂരാ കിയ, എത്ര യാതനകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര വിഷമങ്ങൾ, വേദനകൾ എല്ലാം സഹിച്ചും അവർ ആ ദിവസം അത് മുഴുവനും പൂർത്തിയാക്കി. അടുത്തത് ആശയ സ്പഷ്ട കീജിയെ. ആജ് തോ ജോ കുച്ച് ഹുവാ വഹ അപൂർവ ഹുവാ, ഇന്ന് എന്തൊക്കെ സംഭവിച്ചോ അത് വളരെ അപൂർവമായിട്ടുള്ളതാണ്. ബംഗാൾ കെ നാം യാ കൽക്കത്ത കെ നാം പർ കലങ്ക് താക്കി യഹാ കാം നഹി ഹോ രഹാ ഹൈ വഹ ആജ് ബഹുത് അംശ് മേ ധുൽ ഗയാ. ബംഗാൾ കെ നാം യാ കൽക്കത്ത കെ നാം പർ, ബംഗാൾ എന്ന പേരിലോ അല്ലെങ്കിൽ കൽക്കത്ത എന്ന പേരിലോ കളങ്കമായിരുന്നു. കളങ്കം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലെയിം, ബദ്നാം എന്നും ഹിന്ദിയിൽ പറയാം. അതിൻ്റെ അർത്ഥം ഒരു പേരുദോഷം എന്ന് പറയില്ലേ, പറഞ്ഞാൽ നെഗറ്റീവായിട്ട് ഒരു പേരുദോഷമായിരുന്നു. എന്താന്ന് വെച്ചാൽ യഹാ കാം നഹി ഹോ രഹാ ഹൈ, ഇവിടെ പണികളൊന്നും ആവുന്നില്ല, ഇവിടെ ഒന്നും സംഭവിക്കുന്നില്ല എന്നൊരു കളങ്കമായിരുന്നു, ഒരു പേരുദോഷമായിരുന്നു. വഹ ആജ് ബഹുത് അംശ് മേ ധുൽ ഗയാ, അത് ഇന്ന് കുറേയൊക്കെ ധുൽ ഗയാ എന്ന് വെച്ചാൽ കഴുകിക്കളഞ്ഞു, കുറേയൊക്കെ ശരിയായി അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്? ഇസ്ക ആശയ ഹേ കി സ്വതന്ത്രത പ്രാപ്തി കെ ലിയെ ഇത്തന ബഡ ആന്തോളൻ ബംഗാൾ യാ കൽക്കത്ത മേ നഹി ഹുവാ താ. ഇതിൻ്റെ അർത്ഥം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടിയിട്ട് ഇത്തന ബഡ ആന്തോളൻ, ഇത്രയും വലിയ വിപ്ലവം അല്ലെങ്കിൽ മൂവ്മെൻറ്റ് ബംഗാൾ അല്ലെങ്കിൽ കൽക്കത്തയിൽ ഉണ്ടായിട്ടില്ല. ബംഗാളും കൽക്കത്തയും എന്താണ്, ഒന്ന് തന്നെയാണ്. കൽക്കത്തയുടെ ബംഗാളിൻ്റെ ക്യാപിറ്റലാണ് കൽക്കത്ത. അപ്പോൾ അവിടെ ഉണ്ടായിട്ടില്ല ഇതിൻ്റെ മുമ്പ്. യഹാ കെ വിഷയമേ ലോഗോं के मन में जोश नहीं था, ഇവിടെ ഉള്ള കാര്യത്തിൽ ജനങ്ങളുടെ മനസ്സിൽ യാതൊരു ഇൻട്രസ്റ്റും ഉണ്ടായിരുന്നില്ല. യഹ് ബാത് കൽക്കത്ത കെ മാഥേ പർ കലങ്ക് തീ, അങ്ങനെ ഒരു കാര്യം കൽക്കത്തയുടെ നെറ്റിയിൽ, മാഥ എന്ന് വെച്ചാൽ നെറ്റി, ഫോർഹെഡ്, കൽക്കത്തയുടെ നെറ്റിയിൽ അങ്ങനെ ഒരു കളങ്കം ഉണ്ടായിരുന്നു. പറഞ്ഞ കൽക്കത്തയിലെ ആൾക്കാരൊന്നും ചെയ്യുന്നില്ല സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട്, ബാക്കി ദേശം മുഴുവനും, നാട് മുഴുവനും ആൾക്കാർ ഒരുപാട് ശ്രമങ്ങൾ നടത്തുന്നുണ്ട്, എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, പക്ഷെ കൽക്കത്തയിലുള്ളവർ മാത്രം ഒന്നും ചെയ്യുന്നില്ല എന്നൊരു കളങ്കം ഇതുവരെ ഉണ്ടായിരുന്നു. ലേക്കിൻ ഇसे 26 जनवरी 1931 को हुई स्वतंत्रता संग्राम की पुनरावृत्ति ने धो दिया. എന്നാൽ 26 जनवरी 1931 നടന്ന സ്വാതന്ത്ര്യ സംഗ്രാം കി പുനരാവൃത്തി, സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടന്ന ആ വിപ്ലവത്തിൻ്റെ പിന്നെ റിപ്പീറ്റേഷൻ, 1931 രണ്ടാമത്തെ തവണ ആ സംഭവം അതിനെ കഴുകിക്കളഞ്ഞു.
इस संग्राम में लोगों ने बढ़ चढ़कर भाग लिया था. ഈ മൂവ്മെൻറ്റിൽ ജനങ്ങൾ ബഡ് ചടക്കർ എന്ന് വെച്ചാൽ ആവശ്യത്തിലും അധികം നല്ലവണ്ണം കൂടുതൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു, എല്ലാവരും പങ്കുചേർന്നു അതിൽ. ഓർ ലോഗ് ജയിൽ ബി ഗയെ, കുറേ ആൾക്കാർ ജയിലിലേക്കും പോകേണ്ടി വന്നു. ലോഗോं के अंदर देशभक्ति की भावना का संचार हो चुका था. ജനങ്ങളുടെ മനസ്സിൽ ദേശഭക്തിയുടെ ഭാവനയും വളർന്നു കഴിഞ്ഞിരുന്നു. സഞ്ചാർ ഹോന എന്ന് വെച്ചാൽ മൂവ്മെൻറ്റ്, അതിൻ്റെ അർത്ഥം വളരുക. नेक्स्ट क्वेश्चन, खुला चैलेंज देकर ऐसी सभा पहले नहीं की गई थी. खुला ചാലഞ്ച്, ഓപ്പണായിട്ട് ചാലഞ്ച് കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യും നോക്കാലോ എന്ന് വെച്ച് ഇതുപോലൊരു സഭ ഇതിൻ്റെ മുന്നേ ഒരിക്കലും ഉണ്ടായിട്ടില്ല. प्रस्तुत पंक्ति का यह आशय है कि जब 26 जनवरी सन 1931 के दिन कलकत्ता में स्थान स्थान पर झंडोत्सव मनाए गए. तो ഈ പറയുന്ന ലൈനിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ 26 ജനുവരി 1931 ദിവസം കൽക്കത്തയിലെ ഓരോ സ്ഥലങ്ങളിലും झंडोत्सവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്ലാഗ് ഹോയിസ്റ്റിംഗ് ചെയ്യുക, ഫ്ലാഗ് ഉയർത്തി വെച്ച് സെലിബ്രേറ്റ് ചെയ്തപ്പോൾ ബ്രിട്ടീഷ് സർക്കാർ കോ യഹ് ബാത് മാന്യ നഹി ഥി. ഇസിലിയെ ബ്രിട്ടീഷ് സർക്കാരിന് ഈ കാര്യം ആലോചിക്കാനേ പറ്റില്ല, പറഞ്ഞാൽ ഇവരിങ്ങനെ ചെയ്യുന്നുള്ളത് അല്ലേ, എന്താണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നുള്ളത്, ഈ ഫ്ലാഗ് ഹോസ്റ്റിംഗ് ഒക്കെ ചെയ്യുന്നുള്ളത്. ഇസിലിയെ ഉന്നോനെ ഭാരതീയോ പർ അനേക ജുലും കിയെ, അതുകൊണ്ട് അവർ ഭാരതീയരുടെ മേലെ ഒരുപാട് ടോർച്ചർ ചെയ്തു. ജുൽമ് കിയെ, ടോർച്ചർ ചെയ്തു. കൽക്കത്തക്കെ ഇതിഹാസ് മേ യഹ് പെഹ്ലി ബാർ ഹുവാ ഥാ കി, കൽക്കത്തയുടെ ചരിത്രത്തിൽ ഇത് ആദ്യമായിട്ടാണ് സംഭവിച്ചത്. എന്താണ്, कि पुलिस कमिश्नर द्वारा निकाले गए नोटिस के बावजूद भी कौंसिल द्वारा उन्हें खुली चुनौती दी गई. പോലീസ് കമ്മീഷണർ ഇതുപോലൊരു നോട്ടീസ് കൊടുത്തിട്ടും കൂടി, പോലീസ് കമ്മീഷണർ ദ്വാര എന്നുള്ളത് ആദ്യത്തെ ദു എന്നുള്ളത് ആവശ്യമില്ല കേട്ടോ, ദ്വാര ബാക്കി രണ്ടക്ഷരമാണ് ആവശ്യം. പോലീസ് കമ്മീഷണർ നോട്ടീസ് കൊടുത്തിട്ടും കൂടി കോൺസിൽ ദ്വാരാ ഉന്നെ ഖുലി ചുനൗത്തി ദി ഗയി, കോൺസിൽ അതിനെ വെല്ലുവിളിച്ചു. ചുനൗത്തി ദേനാന്ന് വെച്ചാൽ വെല്ലുവിളിക്കുക എന്നൊക്കെ പറയില്ലേ, ചാലഞ്ച് ചെയ്യാം, വെല്ലുവിളിച്ചുകൊണ്ട് വേറൊരു നോട്ടീസ് കൊടുത്തില്ലേ, അതാ പറയണത്. ചുനൗത്തി ദി ഗയിക്ക് ന കേവൽ ഏക്ജുട്ട് ഹോക്കർ ജണ്ട ഫെഹറായ ജായക. എന്താണ് പറഞ്ഞ് വെല്ലുവിളിച്ചത്, ഒത്തൊരുമിച്ച് നമ്മൾ ഫ്ലാഗ് ഹോസ്റ്റിംഗ് ചെയ്യുന്ന മാത്രമല്ല, അപ്പിതു സ്വതന്ത്രതാക്കി പ്രതിജ്ഞ ബി പടി ജായകി, സ്വാതന്ത്ര്യത്തിൻ്റെ പ്ലെഡ്ജും വായിക്കും. पुलिस द्वारा यह नोटिस भी जारी किया गया कि इन सभाओं में भाग लेने वालों को दोषी समझा जाएगा. പോലീസ് പിന്നെ നോട്ടീസ് കൊടുത്തു, അതിലെന്താ പറയുന്നത്, ഈ സഭകളിൽ ഭാഗ് ലേനെ വാലെ പങ്കെടുക്കുന്നവരെ ദോഷി, തെറ്റുകാരായിട്ട് കണക്കാക്കപ്പെടും. തബ് ഭി ബഡി സംഖ്യ മേ ന കേവൽ പുരുഷോ നെ ബൽക്കി സ്ത്രീയോ നെ ബി ജുലൂസ് മേ ഭാഗ് ലിയ, അപ്പോഴും പുരുഷന്മാർ മാത്രമല്ല സ്ത്രീകളും കൂടി ആ ജുലൂസിൽ പങ്കുചേർന്നു. ഓർ സർക്കാർ ദ്വാരാ ബനായ ഗയെ കാനൂൻ കോ ബി ഭംഗ് കിയ, സർക്കാർ ഉണ്ടാക്കിയ, സർക്കാർ എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഏതാണ്, ബ്രിട്ടീഷ് സർക്കാർ, ബ്രിട്ടീഷുകാരല്ലേ ഭരിക്കുന്നത്, അപ്പോൾ ബ്രിട്ടീഷുകാരെയാണ് സർക്കാർ എന്ന് പറയുന്നത്. സർക്കാർ ഉണ്ടാക്കിയ ആ നിയമത്തിനെ ഭംഗ് കിയ, ലംഘിച്ചു, പാലിച്ചില്ല. ആസാദി കെ ഇതിഹാസ് മേ ऐसी खुली चुनौतियां देकर, സ്വാതന്ത്ര്യത്തിൻ്റെ ചരിത്രത്തിൽ ഇതുപോലുള്ള ഓപ്പൺ ആയിട്ടുള്ള വെല്ലുവിളികൾ നടത്തി. പഹലെ കബി കോയി സഭ ആയോജിത് നഹി ഹുയി തീ, മുമ്പേ ഒരിക്കലും ഒരു സഭയും ഓർഗനൈസ് ചെയ്തിട്ടില്ല. ഇനി ഭാഷാ അധ്യയനം തുടങ്ങിയിട്ട് സെക്കൻഡ് പാർട്ടായിട്ടിട്ടുണ്ട് കേട്ടോ.